നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ പരമായിട്ട് നമ്മൾ ഡൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും ആൾക്കാരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാമെന്നാണ് നോക്കാറുള്ളത്. ഇപ്പം നമ്മൾ ഒന്നുമില്ല മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വഴി നമ്മൾ പാട്ട് കേൾക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളതൊന്ന് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ നോക്കും. പക്ഷേ ആക്ച്വലി ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു പാട്ട് കേൾക്കൽ എന്ന് പറയുന്നത് ആ ഒരു സമയത്തേക്ക് മാത്രം നമുക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ്. പക്ഷേ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പോകുന്നില്ല. ഇറ്റ്സ് ബേസിക്കലി ഇൻ യുവർ മൈൻഡ്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിൻ്റെയും റൂട്ട് കോസിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്താണ് അത്, എന്താണ് അതിൻ്റെ ഉത്ഭവം, അല്ലെങ്കിൽ ആര് കാരണമാണ്. സംടൈംസ് മേ ബി ഇറ്റ്സ് ദ സറൗണ്ടിങ്സ്, ദാറ്റ് ഈസ് സംടൈംസ് മേ ബി സം പേഴ്സൺ ഓർ മേ ബി സം ഫാമിലി ഇഷ്യൂസ്, വാട്ട് എവർ മേ ബി. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ തിരിച്ചറിയണം ഇന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രത്തോളം ഡീപ്പിലാണ് നിൽക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം വേണമെങ്കിൽ തീർച്ചയായും അത് തേടണം. അതിന് വേറൊരാളുടെ സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരുമായിരിക്കും, നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ, നിനക്ക് പാട്ട് കേൾക്കാലോ, അല്ലെങ്കിൽ നിനക്ക് ഇത് ചെയ്യാലോ. അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ആ ഒരു സമയത്ത് നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ നമ്മൾ വീണ്ടും അതേ സ്റ്റേജിലേക്കാണ് പോകുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് പ്രിഫറബിൾ. സോ ഇറ്റ്സ് ബെറ്റർ യു ടു ഗോ ഇൻ ടു ആൻ ഇമോഷൻ ആൻഡ് ചെക്ക് ഇറ്റ്. അതായത് എന്താണ് എനിക്ക് വേണ്ടത്, ശരിക്കും അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് എനിക്ക് വേണ്ടത്, എവിടെയാണ് എനിക്ക് എത്തേണ്ടത്, ആക്ച്വലി ഏത് പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരാൾ ഞാൻ പറയുന്നത് കേട്ടാണ്, അയാളുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല, ഞാൻ 2 പ്രാവശ്യം അയാളുടെ അടുത്ത് പോയി. ഇപ്പോൾ ഡീപ്പായിട്ട് ഡിപ്രഷനുള്ള ഒരാൾക്ക് 1 2 പ്രാവശ്യമല്ല, അയാൾ ഒരുപാട് തവണ പോകേണ്ടി വരും. കാരണം അയാളുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ഇമോഷൻസിനെ പുറത്ത് കൊണ്ടുവന്ന് അത് അയാളിൽ നിന്ന് എടുത്ത് പറിച്ച് ചാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പം ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒരു ദിവസം ചെയ്താൽ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് മേ ബി എന്തെങ്കിലും ട്രോമയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റേപ്പ് കേസസ് ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിന്ന് പോയ കേസസ് ആയിരിക്കും. അപ്പോൾ അത് അവിടുന്ന് അവരെ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് മേ ബി അത് ഓരോരുത്തർക്ക് വർക്ക് ചെയ്യുന്ന ഒരു രീതി പോലെ ആയിരിക്കാം. പക്ഷേ എപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ തൽക്കാലം പാട്ട് കേട്ട് ഓക്കെ എൻ്റെ മൂഡിപ്പോൾ ശരിയാണ്, ഞാൻ ഇനിയിപ്പോൾ പോയേക്കാം. പക്ഷേ ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലം ഞാനൊരു ഇത് കേട്ടിട്ടുള്ളതാണ്. അയാളുടെ എൻവിറോൺമെൻറ്റ്, ഫാമിലി എൻവിറോൺമെൻറ്റ് ഭയങ്കര ബാഡ്, അയാൾക്കെതിരെയാണ് മൊത്തം ആൾക്കാരും, അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ അയാൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് വരുന്നു, എല്ലാം അയാളുടെ ഇമോഷൻസ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് അയാൾ പോകും. അപ്പോൾ പോകുന്ന സമയത്ത് ഡോക്ടർ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്